Hi guys, good morning. Welcome to my YouTube channel. Welcome to my daily vlog actually. ഇന്ന് രാവിലെ നമ്മുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും. അതിതെ ഇവിടെ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു. ചമ്മന്തി ആക്കണം. ചമ്മന്തിക്കറി അത് മറ്റേ വാഷിംഗ് മെഷീനൊക്കെ കറങ്ങുന്നതുകൊണ്ട് കുറച്ച് ബഹളമായിരിക്കും. പിന്നെ അതെ നമ്മുടെ സഹസ്രക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അവൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ഇങ്ങനെ പഴമൊക്കെ അരച്ച് നമ്മൾ മറ്റേ പ്യൂരിയാക്കി കൊടുക്കുന്ന അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പഴം അല്ലാണ്ട് പുഴുങ്ങിയിട്ട് ജസ്റ്റ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. മുറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അവളത് പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇനി മാവ് അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ആയോ ഇല്ലയെന്ന് ഞാൻ നോക്കിയില്ല. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടെൻഷനുള്ളൊരു കാര്യമാണ്. മാവ് പൊങ്ങി വരുമോ, അടിപൊളിയായിട്ട് വരുമോ എന്നുള്ളത് അതൊന്ന് നോക്കണം. നമുക്ക് പോയി നോക്കിയാലോ. ഞാൻ അവൻ തുറക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ മാവ്. ഞാൻ 2-3 ദിവസത്തേക്ക് ഒരുമിച്ചാണ് കേട്ടോ അരച്ച് വയ്ക്കുക. എന്തൊരു മണമൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഒറ്റ കൈ വെച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് എടുത്ത് മേലിറക്കി വെക്കട്ടെ. തുറക്കാൻ പോവാണേ. യെസ്, പൊങ്ങി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. കൊള്ളാം, അടിപൊളി. നമുക്കൊന്ന് മിക്സ് ചെയ്തോ. കൊള്ളാം, അടിപൊളി. കണ്ടോ, മാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തണുപ്പും കൂടെ കുറവായത് കാരണം അവനിൽ നമ്മളിങ്ങനെ ലൈറ്റ് ഒന്നും ഇട്ട് വെക്കണ്ട. അല്ലാണ്ട് വെച്ചാൽ തന്നെ ഇതിങ്ങനെ ആയി വരും. കേട്ടോ, മറ്റേത് ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് വെക്കുന്നത്. ദേ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കൊച്ചുവിൻ്റെ സ്പെഷ്യൽ സാമ്പാർ മസാല ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അത് കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊച്ചുവിൻ്റെ സാമ്പാർ മസാല ഞാൻ കൊണ്ടുവന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ലൈക്ക് നജുവും എല്ലാവരും പറയുന്നു കൊച്ചുവിൻ്റെ സാമ്പാർ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായി സാമ്പാർ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൂടി ആ മസാല ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് സാമ്പാർ മസാല എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ തീർന്നിട്ടില്ല. ഓൾമോസ്റ്റ് 1 year ആയി നമ്മൾ തിരിച്ചു വന്നിട്ട്. അപ്പം സാധാരണ ഞാൻ അല്ലാണ്ട് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് എൻ്റെ സാമ്പാർ ഉണ്ടാക്കല്. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് 2-3 സ്പൂൺ ഇട്ടിട്ടാണ് എൻ്റെ സാമ്പാർ ഉണ്ടാക്കാറ്. അടിപൊളി സാമ്പാറാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടി. ഇന്നത്തെ ഇഡ്ഡലിയെ കുറിച്ചുള്ള അഭിപ്രായം തിന്നിട്ട് പറയാം. ഓക്കെ, പറ. ഇന്ന് നല്ല സോഫ്റ്റ് ആണ്. ഓക്കെ, കൊടുക്കട്ടെ. തിന്നിട്ട് അഭിപ്രായം പറ. കൊള്ളാവോ? ഞങ്ങൾ ഇതുവരെ പഴം കഴിച്ച് കഴിഞ്ഞില്ല ഗൈസ്. കുറെയൊക്കെ താഴെയൊക്കെ തള്ളിയിട്ടു. പഴം മെഴുകി വെച്ചേക്കുന്നു. ഇഷ്ടപ്പെട്ട ചമ്മന്തിക്കറി എങ്ങനെയുണ്ട്? ചമ്മന്തി കൊള്ളാം. എന്ത് പച്ചക്കളർ? അത് പച്ചമുളക് അരച്ചോണ്ട് പച്ചക്കളർ. ശരിക്കും ആമ്പൂന് മറ്റേ ചുവന്നിരിക്കുന്ന ചമ്മന്തിക്കറിയെ ഇഷ്ടം. എനിക്ക് വെള്ളയും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളൊരു പച്ച പിടിച്ചു. പിന്നെ സാമ്പാർ കൊള്ളാവോ? സാമ്പാർ ഇഷ്ടമല്ല. ഓക്കെ, കുറച്ച് സാമ്പാറോടെ ഒഴിക്കാം. വല്ലപ്പോഴും ആണ് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാറ്. ചമ്മന്തിക്കറി കഴിച്ചിട്ട് എത്ര നാളായി? 3-4 മാസം. അതിലും മേലായി. ആ ശരിയാ. 3-4 മാസമൊന്നുമില്ല, ഒരു 6-7 മാസമെങ്കിലും ആയി കാണും. ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതൊരു ദോശ ഉണ്ടാക്കില്ല. അത് തന്നെ ഒരു 7 മാസമായി. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ, മുട്ട ആയിരിക്കും. മുട്ട ബ്രെഡ് അങ്ങനെയായിരിക്കും. അതെ, അപ്പൊ ഞാനിങ്ങനെ ഇഡ്ലിയും ചമ്മന്തിയും സാമ്പാറും കൂടെ കുഴച്ച് തിന്നും. പുതിയതായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. 2 വായ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കത്തില്ല. ഒരു മണിക്കൂർ ഉറങ്ങിയില്ലേ?
എന്താടാ നമ്മളൊരു 1 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങി ഗൈസ്. എന്താ പറ്റി? അവളും ഉറങ്ങി, ഞാനും വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രഞ്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞ് ഒരു 12-12:30 ആയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അത് ബ്രഞ്ചാക്കി എടുത്തു നമ്മൾ. ഇപ്പോൾ ഇവിടെ ഒരു 4-4:30 മണിയായി. ഇവിടെ അത് കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പാലും കുടിച്ചിട്ട് ഉറങ്ങി. ആകുമ്പോൾ വണ്ടിയുടെ എന്തോ പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, അതിന് തിരിച്ചു വന്നു. അപ്പോഴാണ് ഞങ്ങൾ ഉണർന്നത്. എല്ലാ വർഷവും എന്താ പറഞ്ഞേ? വണ്ടിയെ എല്ലാ വർഷവും പാസ്സാക്കണോന്ന് അവര് വണ്ടി ടയർ ചെക്ക് ചെയ്യും. അതിനെന്താ ഇവിടെ പറയാ? MOT. അപ്പൊ അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ രാവിലെ കൊണ്ടുപോയി പാസ് ചെയ്തിരുന്നു. എന്ത് പണിയാ ചെയ്തേ? ടയർ മാറ്റണ്ടായിരുന്നു. ടയറെല്ലാം മാറ്റി. 4 ടയർ മാറ്റി. 3 മാറ്റി, ഒരെണ്ണം കുഴപ്പമില്ല. ടയർ ഫുള്ള് വാഷ് ചെയ്തു. ടയർ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. ഇപ്പൊ ടയർ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. ആ ടയർ ഇട്ടാ പാസ്സാവൂലായിരുന്നു. ടയർ മാറ്റി ഫുള്ള് വാഷ് ചെയ്തു. മിനി വാലറ്റിങ്. എന്താ അയ്യോടാ, നാളെയാണ് പറ്റി. നാളെ രാവിലെ 8 മണിക്ക് കൊണ്ടുപോകണം. എന്താ മക്കളെ? ആമ്പൂര് നാളെയും കൂടി ഓഫാണ്. അപ്പൊ നാളെ രാവിലെ ആ പരിപാടിക്ക് പോവും. അയ്യോടാ, എനിക്കിപ്പോ അടുത്ത കിങ്ക് കുടിക്കാനുള്ള സമയമായി. അച്ഛൻ കിങ്ക് കിളക്കാൻ പോണു. ഞാനിവിടെ മടി പിടിച്ച് കിടക്കുന്നു. ഈ ഒരു കോഫി കുടിക്കാം. എന്തോ കോഫി വേണോ? ആമ്പൂര് കോഫി വേണ്ട. അപ്പൊ ഞാൻ മാത്രം കോഫി കുടിക്കാൻ. എന്തിനാ കരയണേ? കിങ്ക് വേണം. കിങ്ക് എടുക്കണം നോക്കിയിരിക്കാണ്. കിങ്ക് വേണം നമുക്ക്. ഞാനിവിടെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ സമാധാനത്തോടെ, എന്തോ ഭയങ്കര രസമുണ്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുക. ഇന്ന് ശർക്കര തഴപ്പി, ശർക്കര ഇട്ട കാപ്പിയ. അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക. അയ്യോ, അവിടെ പോയാണോ? അവിടെ പോണേ? ഇവിടെ പോണ? എവിടെ പോണ്? എവിടാ പോണേ? എവിടെ പോവാ കൊച്ചെവിടെ പോവാ? അമ്മ